നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് ജീവിക്കാനും ഞങ്ങൾക്ക് സംരക്ഷണം നൽകാനും ഈ കേരളത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം കേരളം വിട്ടു പോകുന്നില്ല, തങ്ങൾ ഇവിടെയാണ് ഇനി മുതൽ ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ മൊണാലിസ എന്ന് പറയുന്ന കുംഭമേളയിലെ വൈറൽ താരം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേവലം ഒരു രക്ഷയല്ല, കൃത്യമായിട്ടുള്ള പോലീസ് സംരക്ഷണം തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യവുമായിട്ട് മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് എത്തുകയാണ് മൊണാലിസ. പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയിരിക്കുന്നു വൈറൽ താരമായിട്ടുള്ള കുംഭമേള വൈറൽ താരമായിട്ടുള്ള മൊണാലിസ എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസ് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് പരാതിയുമായിട്ട് ഇപ്പോൾ മൊണാലിസ തന്നെ രംഗത്തേക്ക് വരുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയ സംഭവത്തിന്റെ അന്ന് തുടങ്ങിയതാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വൈറൽ താരമായിട്ടുള്ള പെൺകുട്ടി തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിയെത്തുകയായിരുന്നു. പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ അത് വാർത്തയായി. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നപ്പോൾ പറഞ്ഞത് താനൊരു യുവാവുമായിട്ട് പ്രണയത്തിലാണ്, ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണ്. തൻ്റെ മാതാപിതാക്കൾ ആ വിവാഹത്തിന് എതിർപ്പ് കാണിക്കുന്നു. തന്നെ ജോലിക്കായിട്ട് സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തിയ തന്നെ നിർബന്ധിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. തന്നെ മറ്റൊരു വിവാഹം നിർബന്ധിച്ച് കഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ശ്രമങ്ങൾ എന്നും തൻ്റെ പ്രണയം നഷ്ടപ്പെടുത്താനുള്ള മാതാപിതാക്കളുടെ ഈ ഒരു തീരുമാനത്തിന് എതിരാണ് താനെന്നും തന്നെ എങ്ങനെയെങ്കിലും നിയമപരമായിട്ട് രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മൊണാലിസ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് കേരളം തന്നെ ചൂസ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ സംരക്ഷണം ഉറപ്പാക്കാൻ സാധിക്കും എന്നത് തങ്ങൾക്ക് വ്യക്തമായതുകൊണ്ടാണ് എന്ന് മൊണാലിസയും യുവാവും അന്ന് പറഞ്ഞതും ശ്രദ്ധേയമാണ്. ഇന്ന് അതേ നാട്ടിലാണ് ഇപ്പോൾ സംഭവത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള പെൺകുട്ടിയുടെ പ്രായത്തെ ചൊല്ലിയുള്ള വിവാദം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ആ വിവാഹം നടന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് തങ്ങൾക്ക് സംരക്ഷണം വേണം, പോലീസ് സംരക്ഷണം വേണമെന്ന് കൂടെ ആവശ്യപ്പെടുകയാണ് വൈറൽ താരമായിട്ടുള്ള മൊണാലിസ. കേരളത്തിൽ വെച്ച് നടത്തിയ പെൺകുട്ടിയുടെ വിവാഹം ചർച്ചയാകുകയും പെൺകുട്ടിയുടെ പ്രായം 18-ന് താഴെയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശ് പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെ പോക്സോ കേസടക്കം നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ കേരള പോലീസും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 11-നാണ് തിരുവനന്തപുരത്തെ അരുമാനൂർ ശ്രീ നയനാർ ദേവ ക്ഷേത്രത്തിൽ വച്ച് കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം നടക്കുന്നത്. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സും 2 മാസവും മാത്രമായിരുന്നു പ്രായം എന്നത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തു. വിവാഹത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്നാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. 2009 ഡിസംബർ 30-നാണ് പെൺകുട്ടി ജനിച്ചതെന്ന് മധ്യപ്രദേശിലെ ആശുപത്രി രേഖകളിലും വ്യക്തമാക്കുന്നുണ്ട്. വിവാഹത്തിനായി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായും കമ്മീഷണർ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നു. ഇതോടെയാണ് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കുന്നത്. വിഷയത്തിൽ കേരള മധ്യപ്രദേശ് DGPമാരോട് ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 11-ന് രാവിലെ 8 മണിക്ക് പിതാവ് ജയ്സിംഗ്, സുഹൃത്ത് മുഹമ്മദ് ഫർമാൻ എന്നിവർക്കൊപ്പമാണ് പെൺകുട്ടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഇത്തരമൊരു പരാതി നൽകുന്നത്. തുടർന്ന് പെൺകുട്ടി ഫർമാൻ സംയുക്തമായിട്ട് ഒരു പരാതി നൽകുകയായിരുന്നു. പിതാവിന്റെ സഹോദരിയുടെ മകനെ വിവാഹം കഴിക്കാൻ തന്റെ ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നും തങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ സംരക്ഷണം നൽകണമെന്നൊക്കെയായിരുന്നു പരാതിയിൽ അന്ന് പെൺകുട്ടി എഴുതി കാണിച്ചത്. തുടർന്ന് പ്രായം തെളിയിക്കാൻ ആധാർ കാർഡ് നൽകുകയും ചെയ്തു. ആധാർ പോർട്ടലിൽ പരിശോധിച്ചപ്പോൾ ആ ആധാർ കാർഡ് യാഥാർത്ഥ്യം എന്ന് തന്നെയായിരുന്നു കണ്ടെത്തിയത്. ഇത് രേഖപ്പെടുത്തിയ തീയതി പ്രകാരം 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് സംരക്ഷണം ഒരുക്കുകയും ചെയ്തത്. ഇതേ തുടർന്ന് മഹേശ്വർ നഗര പഞ്ചായത്തിന്റെ പേരിലുള്ള ജനന സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിരുന്നു. ഇതേ ആധാർ നമ്പർ തന്നെയാണ് ആ ജനന സർട്ടിഫിക്കറ്റിലും ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ജനന സർട്ടിഫിക്കറ്റ് ആ സമയത്ത് തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ വ്യക്തമാകുകയാണ്. പ്രായപൂർത്തിയായതിനാൽ പെൺകുട്ടിയുടെ ആവശ്യം അംഗീകരിക്കുകയാണ് അന്നുണ്ടായത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. സിനിമാ ലൊക്കേഷനിൽ നിന്ന് സഹപ്രവർത്തകരെ വിളിച്ചു വരുത്തി അവർക്കൊപ്പമാണ് പെൺകുട്ടിയെ വിട്ടയക്കുന്നതും പിന്നീട് വിവാഹം നടത്തുന്നതുമൊക്കെ. പെൺകുട്ടിയുടെ പിതാവ്
പിതാവ് ഒരു പരാതിയും സ്റ്റേഷനിൽ നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അന്ന് പെൺകുട്ടിയുടെ പിതാവ് തന്റെ മകൾക്ക് വിവാഹപ്രായമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ആ സമയത്ത് നിയമപരമായിട്ട് ഈ ഡാറ്റാസ് ഒക്കെ പരിശോധിക്കുമ്പോൾ അതിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിവാഹത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കാനായിരുന്നു അത്തരം ഒരു വാദം എന്നുള്ളതൊക്കെയായിരുന്നു ഒരു പക്ഷേ അന്ന് ആ സാക്ഷിയായിട്ടുള്ള ഓരോരുത്തരും കരുതിയത്. എന്നാൽ ഈ സംഭവം നടന്നതിന് പിറ്റേന്ന് ഒരു ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷം മഹേശ്വർ പോലീസ് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതിയോടുകൂടെ ഈ വിഷയത്തിൽ പെൺകുട്ടി വീണ്ടും ചർച്ചയാകുകയായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ കേരളത്തിൽ CPM നേതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടന്ന വിവാഹം, അതിനുശേഷം ഏകദേശം 10 ദിവസത്തിന് ശേഷം മഹേശ്വർ പോലീസിൽ പെൺകുട്ടിയെ കാണാനില്ല, തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിലൊരു പരാതി ലഭിക്കുകയായിരുന്നു. അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിൽ വെച്ച പെൺകുട്ടി വിവാഹിതയായി എന്നും പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് എന്നും പറഞ്ഞു. പക്ഷേ അവിടെയും സംശയമായിരുന്നത് ഈ പറയുന്ന വ്യാജ ജനന സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ആരാണ് മൊണാലിസ എന്ന് പറയുന്ന വൈറൽ താരത്തിന് ഇത്തരം ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയത്? അതും കേരളത്തിൽ പോയാൽ സംരക്ഷണം ഉറപ്പ് ലഭിക്കും എന്നാണ് മൊണാലിസയ്ക്ക് ഒരു നിർദ്ദേശം ലഭിച്ചത്, അല്ലെങ്കിൽ മനസ്സിലായത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു കാര്യം മൊണാലിസയെ പറഞ്ഞു പഠിപ്പിച്ചത് ആരാണ്? ഇനി മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ മൊണാലിസയ്ക്ക് പിറകിൽ പ്രവർത്തിച്ചവർക്കുണ്ടോ എന്നുള്ളതും സംശയകരമാണ്. നമുക്കറിയാം, കേരള സ്റ്റോറി പോലെയുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തെ സംബന്ധിച്ച് കേരളം മോശമാണ് എന്ന് കാണിക്കാൻ വേണ്ടി പലരും ചിത്രീകരിക്കുന്നുണ്ട്. അതിന്റെ തന്നെ ഭാഗമായിട്ട് നിഗൂഢ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മൊണാലിസയെ കരുവാക്കി ആരെങ്കിലും കളിക്കുകയാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ മൊണാലിസ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൊണാലിസയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊണാലിസയുടെ ഭർത്താവായിട്ടുള്ള ഫർമാൻ ഖാൻ എന്ന് തോന്നുന്ന ഒരു യുവാവ് വീഡിയോ പങ്കുവച്ചിരുന്നു. അതും വലിയ ആശങ്കകളാണ് ഉണ്ടാക്കിയത്. നിലവിൽ CPM നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ള വിവാഹം നിയമവിരുദ്ധമാണ് എങ്കിൽ CPM നേതാക്കന്മാർക്കും തിരിച്ചടിയാകും എന്ന തരത്തിലുള്ള ചർച്ചകളും ശക്തമാകുന്നതിനിടയിലാണ് ഇപ്പോൾ തങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന ആവശ്യവുമായിട്ട് മൊണാലിസ രംഗത്തേക്ക് വരുന്നത്. എന്തായാലും ഒരു വിവാഹം ഇത്രത്തോളം കോലാഹലങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചു കാണില്ല. അത്രമാത്രം പ്രശ്നങ്ങളും ചർച്ചകളുമാണ് ഒരു വിവാഹത്തെ ചൊല്ലി ഇന്നും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് മൊണാലിസ എത്തുകയാണ്. തങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണം, തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.